പ്രിയ വിദ്യാർത്ഥികളെ, 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ലെസൺ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി. ഈ ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഏതാനും ആക്ടിവിറ്റീസ് ആണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ആക്ടിവിറ്റീസിൽ പ്രധാനപ്പെട്ട ചില ഡിസ്കോഴ്സ് ആക്ടിവിറ്റീസ് ഉൾപ്പെടുന്നു. പിക്ചർ ഡിസ്ക്രിപ്ഷൻ, നറേറ്റീവ്, ഡയറി എൻട്രി, പാരഗ്രാഫ് ഇവയൊക്കെയാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്ന ഡിസ്കോഴ്സ് ആക്ടിവിറ്റീസ്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ആക്ടിവിറ്റി 1. റീഡ് ദ ഫോളോയിങ് എക്സെപ്റ്റ് ഫ്രം എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി. സ്റ്റോറിയിൽ നിന്നും എടുത്ത ഏതാനും സെന്റൻസുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അവ വായിച്ചു നോക്കുക. The rain stopped and the sun came out. മഴ അവസാനിച്ച് വെയിൽ ഉദിച്ചു വന്നു. Below them, the light green of the field stood out against the dark green of the forest. അവർക്ക് താഴെ താഴ്വാരത്ത് വയലിലെ ഇളം പച്ചകൾ വനത്തിന്റെ ഇരുണ്ട പച്ചയിൽ നിന്നും വേർപെട്ട് തന്നെ കാണപ്പെട്ടു. And the hills were bathed in golden sunshine. കുന്നുകളെല്ലാം തന്നെ സ്വർണ്ണവർണ്ണത്തിലുള്ള വെയിലിൽ കുളിച്ചു നിന്നു. Do these lines create a picture in your mind? ഈ വരികൾ വായിക്കുമ്പോൾ ഇതിലെ വിശദീകരണം നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രം രൂപീകരിക്കുന്നുണ്ടോ? You may attempt to draw the picture. നിങ്ങളുടെ ഭാവനയിൽ തെളിയുന്ന ആ വിഷ്വൽ ഇമേജ് ഒരു ചിത്രമായിട്ട് വരച്ചെടുക്കാൻ ശ്രമിക്കുക. ഈ ആക്ടിവിറ്റിയുടെ ഭാഗമായി തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന മറ്റൊരു ആക്ടിവിറ്റി വായിക്കുക. ഗ്രാനി ആൻഡ് മാനി സ്റ്റാൻഡ് ഓൺ ദ സമിറ്റ് ഓഫ് ദ പീക്ക് ഓൺ ദെയർ വേ ടു നെയിൻ. നെയിനിലേക്കുള്ള അവരുടെ യാത്രാമധ്യേ കുന്നിന്റെ ഏറ്റവും മുകളിൽ സമിറ്റിൽ ഗ്രാനിയും മാനിയും എത്തിച്ചേരുന്നു. They look around. അവർ ചുറ്റുപാടും നോക്കുന്നു. Man is really amazed by the beauty of the scene. ആ കുന്നിന് മുകളിൽ നിന്നും താഴ്വാരത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന മനോഹരമായ സീനിക് ബ്യൂട്ടി, പ്രകൃതി ഭംഗി മാനിയെ വല്ലാതെ ആകർഷിക്കുന്നു. Imagine this is the view. ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെയായിരുന്നു ആ കാഴ്ച എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഈ ബി എന്ന ആക്ടിവിറ്റിയിൽ തന്നിരിക്കുന്നത് പോലെ തന്നെയാണ് എ എന്ന ആക്ടിവിറ്റിയിൽ വിദ്യാർത്ഥികളോട് ഒരു ചിത്രം വരയ്ക്കാൻ ആവശ്യപ്പെടുന്നത്. ചെറിയ വ്യത്യാസത്തിൽ വിദ്യാർത്ഥികൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഈ ചിത്രം മോഡലാക്കി ആ വരിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിക്കുക. This is how he describes the place to a friend. താൻ കണ്ട സ്ഥലത്തെക്കുറിച്ചും കാഴ്ചകളെക്കുറിച്ചുമെല്ലാം മാനി തൻ്റെ ഒരു സുഹൃത്തിനോട് വിശദീകരിക്കുന്നത് ഈ രീതിയിലാണ്. The view of the snow-capped peaks, the rocky terrain and the crystal clear water in the river nearby were just breathtaking. മഞ്ഞുമൂടിയ കുന്നുകളും പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രതലവും തെളിനീർ അരുവിയും എല്ലാം തന്നെ ജസ്റ്റ് breathtaking, നമ്മെ സ്തബ്ധരാക്കും വിധം മനോഹരമായിരുന്നു. A beam of light coming through the white clouds spread its brilliance all around. വെള്ളി മേഘങ്ങൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്ന സൂര്യവെളിച്ചം ആ പ്രദേശമാകെ അതിൻ്റെ തിളക്കം കൊണ്ട് നിറച്ചു. The tall dark green trees seemed glowing too. ആകാശം മുട്ട് ഉയർന്നു നിൽക്കുന്ന കടും പച്ച നിറത്തിലുള്ള മരങ്ങൾ പോലും തിളങ്ങുന്നതായി തോന്നി. The misty morning was giving way to a brighter day. മഞ്ഞു മൂടിയ ആ പ്രഭാതം നല്ല തിളക്കമാർന്ന വെളിച്ചമുള്ള ഒരു ദിനത്തിന് വഴിമാറി. The vast valley was filled with wonderful green shades. വിശാലമായ ആ താഴ്വാരം അത്ഭുതപ്പെടുത്തുന്ന മനോഹരമായ പച്ച നിറങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. All of which were mesmerizing. ഈ കാഴ്ചകളെല്ലാം തന്നെ മാസ്മരികമായിരുന്നു, വളരെയധികം ആകർഷണീയമായിരുന്നു, സുന്ദരമായിരുന്നു. Now let's list the words or phrases that help to Manny describe the place in the table below. ഇവിടെ ഒരു ടേബിൾ നൽകിയിരിക്കുന്നു. ഈ ടേബിളിൽ മാനി ആ പ്രദേശത്തെ വിശദീകരിക്കാൻ ഉപയോഗിച്ച, വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച വാക്കുകൾ, ഫ്രേസുകൾ ലിസ്റ്റ് ചെയ്യുക. ഓരോ നൗണും ആ നൗൺ ഏത് തരത്തിൽപ്പെട്ടതാണെന്ന് വിശദീകരിക്കുന്ന, വിവരിക്കുന്ന വാക്കുകൾ ഡിസ്ക്രിപ്റ്റീവ് ആഡ്ജക്റ്റീവ്സ് എന്നറിയപ്പെടും, നാമവിശേഷണങ്ങൾ. ഒരു കോളത്തിൽ ഡിസ്ക്രൈബ് ചെയ്യപ്പെടുന്ന നൗണുകളും അവയെ വിശദീകരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ, ഫ്രേസുകൾ അഥവാ ഡിസ്ക്രിപ്റ്റീവ് ആഡ്ജക്റ്റീവ്സും എഴുതി ചേർക്കുക. What has been done for you?
ഒരു മോഡൽ എന്ന രൂപത്തിൽ ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെയ്തു നൽകിയിട്ടുണ്ട്. സ്നോ ക്യാപ്ഡ് പീക്ക് എന്നുള്ളത്. The words or phrases we use to describe the beauty of a place are usually descriptive adjectives. ഒരു സ്ഥലത്തിൻ്റെ മനോഹാരിതയൊക്കെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ, ആ വിശേഷണ വാക്കുകൾ അല്ലെങ്കിൽ ഫ്രേസുകൾ, അവയാണ് സാധാരണമായി ഡിസ്ക്രിപ്റ്റീവ് ആഡ്ജക്റ്റീവ്സ് എന്ന് അറിയപ്പെടുന്നത്. ഉദാഹരണത്തിന് സ്നോ ക്യാപ്ഡ് പീക്ക് എന്നുള്ളതിൽ പീക്ക് എന്നുള്ളതാണ് നൗൺ, നാമം. അതിനെ വിശേഷിപ്പിക്കുന്ന ആഡ്ജക്റ്റീവാണ് സ്നോ ക്യാപ്ഡ്. അതുപോലെ തന്നെയാണ് റോക്കി ടെറൈൻ, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ, breathtaking view, white clouds, tall green trees, misty morning, brighter day, vast valley, wonderful green shades. നൗണുകൾക്ക് മുമ്പിൽ അവയെക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്ന adjective words. Activity C. Now let's try to describe the place given below using suitable descriptive adjectives. ഇവിടെ മനോഹരമായ ഒരു ചിത്രം നൽകിയിരിക്കുന്നു, ഒരു സ്ഥലത്തിൻ്റെ ചിത്രം. ഇതിൽ കാണുന്ന നൗണുകൾ, പേരുകൾ എല്ലാം തന്നെ അനുയോജ്യമായ ഡിസ്ക്രിപ്റ്റീവ് ആഡ്ജക്റ്റീവ്സ് ഉപയോഗിച്ചുകൊണ്ട് വിശദീകരിക്കുക. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവിടെ ഒരു വിശദീകരണം ഒരു പാസേജായി തന്നെ നൽകിയിരിക്കുന്നു. ഇതിൽ ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം തന്നെ ഡിസ്ക്രിപ്റ്റീവ് വേർഡ്സ് ആണ്, അഥവാ ആഡ്ജക്റ്റീവ്സ്. റെഡ് കളറിൽ നൗണുകളും. It's a bright sunny day. No one can pass without admiring the mesmerizing beauty of nature. Vast green fields stretch all the way to the horizon. Tall and short trees line the fields. Some have dark green leaves, while others display light yellowish green tops. Fluffy white clouds move across the clear blue sky. High above, large birds soar, appearing only as tiny spots from the ground. On a fine day like this, nature offers truly breathtaking views. Now the second activity. ഈ ആക്ടിവിറ്റിയിൽ പ്രധാനമായും 3 ഡിസ്കോഴ്സ് ആക്ടിവിറ്റീസ് ആണ് വിശദീകരിക്കുന്നത്. നറേറ്റീവ്, ഡയറി എൻട്രി, പാരഗ്രാഫ്. സെക്കൻഡ് ആക്ടിവിറ്റിയിൽ എ. Granny and Manny return after the thrilling experience of walking and exploring the surroundings. At home, Manny shares his experiences with his father. Write the likely narrative. ഗ്രാനിയും മാനിയും യാത്ര കഴിഞ്ഞു വന്ന് മാനിയുടെ അവിസ്മരണീയമായ അനുഭവങ്ങളൊക്കെ വീട്ടിൽ അച്ഛനോട് പങ്കുവെക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു നറേറ്റീവ് തയ്യാറാക്കുക. വിദ്യാർത്ഥികൾക്ക് 2 രീതിയിൽ നറേറ്റീവ്സ് തയ്യാറാക്കാവുന്നതാണ്. ഒന്ന്, മാനി പറയുന്ന പോലെ നേരിട്ട് ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവ് ആയിക്കൊണ്ടും, അതല്ലെങ്കിൽ മാനിയും അവൻ്റെ അച്ഛനും തമ്മിലുള്ള ഒരു തേർഡ് പേഴ്സൺ നെറേറ്റീവ് ആയിക്കൊണ്ടും പറയാം. ഇവിടെ ഒരു മോഡൽ നെറേറ്റീവ് വിദ്യാർത്ഥികൾക്ക് നൽകിയിരിക്കുന്നത് മാനി നേരിട്ട് അവൻ്റെ അച്ഛനോട് സംസാരിക്കുന്നത് പോലെ, സ്പീക്കർ മാനി തന്നെയാണ്. ഒരു ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവ് രൂപത്തിലാണ് നൽകിയിരിക്കുന്നത്. ഏത് രീതിയിലാണെങ്കിലും നറേറ്റീവിന് അനുയോജ്യമായ ഒരു ടൈറ്റിൽ നൽകുക. ഇവിടെ നൽകിയിരിക്കുന്നത് ആൻ അൺഫോർഗറ്റബിൾ വാക്ക് വിത്ത് ഗ്രാനി. ഹായ് ഡാഡ്, വി ആർ ബാക്ക്. ഞങ്ങൾ തിരിച്ചെത്തി ഡാഡ്. അവർ ട്രിപ്പ് ടു മുസൂറി വാസ് ട്രൂലി അൺഫോർഗറ്റബിൾ. മുസൂറിയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തികച്ചും അവിസ്മരണീയമായിരുന്നു. ഗ്രാനി വാസ് മോർ ആക്റ്റീവ് ദാൻ ഐ എക്സ്പെക്റ്റഡ്. ഞാൻ കരുതിയതിനേക്കാൾ കൂടുതൽ ആക്റ്റീവാണ് മുത്തശ്ശി. ഷീ ഡിഡിൻറ്റ് ആസ്ക് ഫോർ റെസ്റ്റ് ഈവൻ വൺസ്. വഴി നീളെ കുന്നുകളും കയറ്റങ്ങളും ഇറക്കങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഒരിക്കൽ പോലും റെസ്റ്റ് ചെയ്യണമെന്ന് മുത്തശ്ശി എന്നോട് ആവശ്യപ്പെട്ടില്ല. ദ വാക്ക് ടു നെയിൻ വാസ് ബ്യൂട്ടിഫുൾ വിത്ത് ലൈറ്റ് റെയിൻ കീപ്പിംഗ് അസ് കൂൾ. നേരിയ മഴ ഞങ്ങൾക്ക് ആവേശം പകർന്നു. ഞങ്ങൾക്ക് ഉന്മേഷവും ക്ഷീണമകറ്റുന്ന രീതിയിൽ തണുപ്പുമെല്ലാം നൽകിക്കൊണ്ടുള്ള നെയ്നിലേക്കുള്ള ആ യാത്ര വളരെ മനോഹരമായിരുന്നു. ഐ പ്ലക്ഡ് ബ്ലാക്ക്ബെറീസ് ഓൺ ദ വേ. വഴിയിൽ നിന്നും ഞാൻ ബ്ലാക്ക്ബെറി പഴങ്ങളൊക്കെ കളക്ട് ചെയ്തു. ബട്ട് ഗ്രാനി വാക്ക്ഡ് അഹെഡ് സ്റ്റെഡിലി, മേക്കിംഗ് മീ റൺ ടു ക്യാച്ച് ഹെർ അപ്പ്. എന്നാൽ വഴിയിലൊന്നും ഗ്രാനി അല്പം പോലും നടത്തത്തിൻ്റെ വേഗം കുറച്ചില്ല.
പലപ്പോഴും എനിക്ക് മുത്തശ്ശിയോടൊപ്പം എത്താൻ ഓടേണ്ടിയും വന്നു. വി ate under a tree and drank from a spring. വഴിയരികിലിരുന്ന മരത്തിന് ചുവട്ടിലിരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് അരുവിയിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ചു. ബൈ ഈവനിങ് വി റീച്ച്ഡ് അങ്കിൾസ് ഹൗസ് ഇൻ നെയിൻ. വൈകുന്നേരമായപ്പോഴേക്കും ഇരുട്ട് വരയ്ക്കും മുമ്പ് ഞങ്ങൾ നെയിനിൽ അങ്കിളിൻ്റെ വീട്ടിലും എത്തി. ദ നെക്സ്റ്റ് മോർണിംഗ് ആഫ്റ്റർ എ ക്വിക്ക് ബാത്സ് ഇൻ ദ റിവർ വി ലെഫ്റ്റ് ഫോർ മുസൂറി. പിറ്റേന്ന് പുലർച്ചെ നദിയിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുസൂറിയിലേക്ക് യാത്ര പുറപ്പെട്ടു. ഗ്രാനി ഹാഡ് ഓൾറെഡി റീച്ച്ഡ് ദ ബസ് സ്റ്റേഷൻ ആൻഡ് ബോട്ട് ദ ടിക്കറ്റ്സ്. എനിക്കും മുമ്പേ ഗ്രാനി ബസ് സ്റ്റോപ്പിലെത്തിയിരുന്നു. ഞങ്ങൾക്കുള്ള ടിക്കറ്റ് എല്ലാം മുത്തശ്ശി തന്നെ നേരത്തെ തന്നെ വാങ്ങി. ഷീ ഈവൻ സ്ലെപ്റ്റ് ഇൻ ദ ബസ് ലീനിങ് ഓൺ മൈ ഷോൾഡർ. ആ ദുർഘടമായ യാത്രയിലും മുത്തശ്ശി എൻ്റെ ചുമലിൽ തലചായ്ച്ചുകൊണ്ട് സുഖമായി ഉറങ്ങുകയും ചെയ്തു. വെൻ എ ലാൻഡ് സ്ലൈഡ് ബ്ലോക്ക് ദ റോഡ്സ് മോസ്റ്റ് പാസഞ്ചേഴ്സ് റിട്ടേൺസ്. അങ്ങനെ മുസൂറിയിലേക്കുള്ള യാത്രാമധ്യേ ഒരു ലാൻഡ് സ്ലൈഡ് റോഡ് തടസ്സപ്പെടുത്തി. ബസ്സിന് മുന്നോട്ട് പോകാൻ കഴിയാതെ ബസ്സും അതിൽ മിക്ക യാത്രക്കാരും നെയിനിലേക്ക് തന്നെ തിരിച്ചു പോന്നു. ബട്ട് ഗ്രാനി ഡിസൈഡ് ടു വാക്ക് അഹെഡ്. എന്നാൽ ഗ്രാനി തീരുമാനിച്ചത് മുന്നോട്ട് നടന്നു പോകാം എന്നാണ്. വി റീച്ച്ഡ് മുസൂറി സേഫ്ലി ആൻഡ് സ്റ്റേഡ് അറ്റ് എ ധർമ്മശാല. അങ്ങനെ രാത്രിയായപ്പോഴേക്കും ഞങ്ങൾ മുസൂറിയിലെത്തി. അന്ന് രാത്രി അവിടെ ഒരു ധർമ്മശാലയിൽ താമസമാക്കി. At the hospital, the doctor joked that Granny's old glasses should be placed in a museum. പിറ്റേന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ കണ്ണ് പരിശോധിക്കുന്ന ഡോക്ടർ മുത്തശ്ശിയുടെ പഴയ കണ്ണട കണ്ട് തമാശ രൂപത്തിൽ പറഞ്ഞു, ഈ കണ്ണട മ്യൂസിയത്തിൽ സൂക്ഷിക്കേണ്ടതാണ്. ഹി വാസ് കൈൻഡ് ആൻഡ് ഫണി. ആ ഡോക്ടർ ദയാലുവായിരുന്നു, അതോടൊപ്പം തമാശക്കാരനുമായിരുന്നു. When Granny got her new glasses and saw me clearly, she was so happy and excited. അങ്ങനെ പരിശോധനയ്ക്ക് കഴിഞ്ഞ് ഗ്രാനിക്ക് പുതിയ കണ്ണട ലഭിച്ചപ്പോൾ മുത്തശ്ശിയുടെ കാഴ്ച വളരെ വ്യക്തമായിരുന്നു. വ്യക്തമായി എന്നെ കണ്ടപ്പോൾ മുത്തശ്ശി വളരെയധികം ആഹ്ലാദവതിയായി, എക്സൈറ്റഡായി, സന്തോഷവതിയായി. Soon she gently scolded me to get a haircut, a bath and fix my shirt buttons. ആദ്യം എന്നെ കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ സ്നേഹത്തോടു കൂടി എന്നെ വഴക്ക് പറയുകയായിരുന്നു. എൻ്റെ മുടി വെട്ടാനും ഒന്ന് നന്നായി കുളിക്കാനും എൻ്റെ ഷർട്ടിലെ ബട്ടൺസ് ഒക്കെ ഫിക്സ് ചെയ്യാനും ഒക്കെയാണ് ആദ്യമായി എന്നോട് പറഞ്ഞത്. ഗ്രാനി ബോട്ട് മെനി തിങ്സ് ഫ്രം മുസൂറി. നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ മുസൂറിയിൽ നിന്നും ഒരുപാട് സാധനങ്ങൾ ഗ്രാനി വാങ്ങി. ആൻഡ് വി റിട്ടേൺഡ് ബൈ ബസ്. അങ്ങനെ ഞങ്ങൾ ബസ്സിന് തന്നെ തിരിച്ച് നൈനിലേക്ക് പോന്നു. ദിസ് ട്രിപ്പ് മെയ്ഡ് മീ റിയലൈസ് ഹൗ ലക്കി ഐ ആം ടു ഹാവ് സച്ച് എ ബ്രേവ് ആൻഡ് ലവിങ് ഗ്രാനി. ഈ യാത്ര എനിക്കൊരു കാര്യം ബോധ്യമാക്കി തന്നു. ഇത്തരത്തിൽ സ്നേഹനിധിയായ, ധൈര്യമുള്ള ഒരു മുത്തശ്ശിയുള്ള ഞാൻ എത്രമാത്രം ഭാഗ്യവാനാണെന്ന്. Now in the second activity, activity B, the eye specialist could not forget Granny and his interaction with her. ഐ സ്പെഷ്യലിസ്റ്റിന് ഗ്രാനിയെയും ഗ്രാനിയുമായിട്ടുള്ള ഇടപെടലുകളും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായിരുന്നു. ഹി റിക്കളക്ട്സ് ദി എൻകൗണ്ടർ ഇൻ ഹിസ് ഡയറി. മുത്തശ്ശിയുമായിട്ടുള്ള കണ്ടുമുട്ടൽ, ആ അനുഭവങ്ങൾ ഒരു ഓർമ്മക്കുറിപ്പായിട്ട് തൻ്റെ ഡയറിയിൽ അദ്ദേഹം എഴുതുന്നു. റൈറ്റ് ദ ലൈക്ലി ഡയറി എൻട്രി. അത്തരത്തിലുള്ള ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കുക. വിദ്യാർത്ഥികൾ ആദ്യം പേജിന് മുകൾ വശത്ത് ഡേയും ഡേറ്റും ചേർക്കുക. ചെറിയ സെൻറ്റൻസുകൾ, പ്രത്യേകിച്ച് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ, ഇൻ്റർജെക്ഷൻ, ചെറിയ ഫ്രാക്ഷൻസ്, പൂർണ്ണമായ സെൻറ്റൻസുകൾ ഉപയോഗിക്കാതെ തന്നെ വളരെ ലളിതമായിട്ടുള്ള വാക്കുകളും സെൻറ്റൻസുകളുമാണ് ഡയറിയിൽ ഉൾപ്പെടുത്തേണ്ടത്. ഒരു മോഡൽ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യം ഡേ, തേഴ്സ്ഡേ, ഡേറ്റ് 19 June 2025. വാട്ട് എ ഹെക്ടിക് ഡേ ഇറ്റ് വാസ്. എന്തൊരു തിരക്കുള്ള ദിവസമായിരുന്നു അത്. So many patients rushing, waiting, complaining. ധാരാളം രോഗികളും തിരക്കും കാത്തിരിപ്പും പരാതിപ്പെടലും എല്ലാമായിട്ട് വല്ലാത്തൊരു ബഹളം നിറഞ്ഞ ദിനമായിരുന്നു ഇന്നലെ. ഐ വാസ് റിയലി ഫെഡ് അപ്പ്. എനിക്ക് വല്ലാത്ത മുഷിപ്പ് തോന്നിയിരുന്നു. ദെൻ കെയിം ആൻ ഓൾഡ് ഗ്രാനി. അങ്ങനെ ഇരിക്കെയാണ് വൃദ്ധയായ ഒരു മുത്തശ്ശി പേഷ്യൻ്റായി വന്നത്. എവറിഥിങ് ചേഞ്ച്ഡ്. മുത്തശ്ശിയുമായിട്ടുള്ള കണ്ടുമുട്ടൽ, സംസാരം കാര്യങ്ങളാകെ മാറ്റിമറിച്ചു. ഹൗ ജെന്റിൽ, ഹൗ ചിയർഫുൾ.
എത്ര മാന്യമായ, വളരെ സോഫ്റ്റായിട്ട് പെരുമാറുന്ന, വളരെ സന്തോഷവതിയായ ഒരു മുത്തശ്ശി. ഹെർ ഗ്രാൻഡ്സൺ വാസ് വിത്ത് ഹർ, സച്ച് എ നൈസ് ബോയ്. ആ മുത്തശ്ശിയുടെ ഗ്രാൻഡ്സണും കൂടെ ഉണ്ടായിരുന്നു, നല്ലൊരു കുട്ടി. ഷീ വോർ എ പെയർ ഓഫ് ആൻഷ്യൻ ഗ്ലാസസ്. വളരെ പുരാതനമായ പഴയ കണ്ണടയായിരുന്നു മുത്തശ്ശി ധരിച്ചിരുന്നത്. ഐ ടോസ് ദം ഇൻ ടു ദ ബിൻ ടു സ്ക്രാച്ച്ഡ്. അതിൻ്റെ ഗ്ലാസുകളെല്ലാം തന്നെ സ്ക്രാച്ച് വീണ് നാശമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനത് എടുത്ത ഉടനെ തന്നെ ഡസ്റ്റ്ബിന്നിലേക്ക് എറിഞ്ഞു. ലേറ്റർ ഐ ഫെൽറ്റ് ബാഡ്. പിന്നീട് ഞാൻ ചെയ്തത് മോശമായി പോയി എന്ന് എനിക്ക് തോന്നി. ദാറ്റ് വാസ് റൂഡ്. അല്പം പരുഷമായ ഒരു പെരുമാറ്റമായി എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഐ ടുക്ക് ദം ബാക്ക് ആൻഡ് ജോക്ഡ്. ഡസ്റ്റ്ബിന്നിൽ നിന്നും അത് തിരിച്ചെടുത്ത് മുത്തശ്ശിയോട് ഞാൻ തമാശ രൂപത്തിൽ പറഞ്ഞു, ദിസ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ എ മ്യൂസിയം. മുത്തശ്ശി, നിങ്ങളുടെ ഈ കണ്ണട ഒരു മ്യൂസിയത്തിൽ വെക്കേണ്ട പുരാവസ്തുവായി മാറിയിട്ടുണ്ട്. ഇത് കേട്ട് ഷീ ലാഫ്റ്റ് ഹാർട്ട്ലി. സന്തോഷത്തോടെ ആ മുത്തശ്ശി ചിരിക്കുകയാണ് ചെയ്തത്. ഐ ഗവ് ഹെർ ന്യൂ ഗ്ലാസസ്. കണ്ടു പരിശോധിച്ച് പുതിയ കണ്ണട ഞാൻ മുത്തശ്ശിക്ക് നൽകി. The moment she saw her grandson clearly, her joy was beyond words. My heart smiled too. ആ മുത്തശ്ശി തൻ്റെ പേരമകനെ കുറേ വർഷങ്ങൾക്ക് ശേഷം വ്യക്തമായി ഒന്ന് കണ്ടപ്പോൾ അവരുടെ സന്തോഷം വാക്കുകൾക്കതീതമായിരുന്നു. എൻ്റെ ഹൃദയവും സന്തോഷത്താൽ ഞാൻ ഉള്ളിൽ പുഞ്ചിരിച്ചു. How lucky are those with grandparents. ഗ്രാൻഡ് പാരൻസ് ഉള്ളവരൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. മേ ഗോഡ് ബ്ലെസ് ദം വിത്ത് ലോങ് ഹെൽത്തി ലൈവ്സ്. ദൈവം എല്ലാ മുത്തശ്ശിമാർക്കും മുത്തച്ഛന്മാർക്കും ആരോഗ്യത്തോടു കൂടെയുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആക്ടിവിറ്റി സി. ഹാവ് യു റീസെൻ്റ്ലി വിസിറ്റഡ് എ ടൂറിസ്റ്റ് സ്പോട്ട് or a place that caught your attention with its beauty? Attempt a descriptive paragraph on the spot you visited. ഈ അടുത്ത കാലത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് സ്പോട്ടോ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ മനോഹാരിത കൊണ്ട് നിങ്ങളെ ആകർഷിച്ച സ്ഥലമോ സന്ദർശിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ സ്പോട്ടിനെ കുറിച്ച് ഡിസ്ക്രിപ്റ്റീവായിട്ട് വിശദീകരിക്കുന്ന ധാരാളം ഡിസ്ക്രിപ്റ്റീവ് വേർഡ്സ് ഉപയോഗിക്കുന്ന ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു മോഡൽ പാരഗ്രാഫ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വേർഡ്സ് എല്ലാം തന്നെ ആഡ്ജക്റ്റീവ്സ് ആണ്. ഈ ആഡ്ജക്റ്റീവ്സുകളുടെ ശേഷം പിറകെ വരുന്ന നൗണുകളെ വിശേഷിപ്പിക്കുന്ന പദങ്ങൾ. നമുക്ക് ഈ പാസേജ് ഒന്ന് വായിച്ചു നോക്കാം. ലാസ്റ്റ് മന്ത്സ് I visited a beautiful hill station called Munnar. It was a peaceful, refreshing place surrounded by rolling green hills and misty valleys. The cool, fresh air filled my lungs as its beauty filled my heart. Endless tea gardens stretched like a soft green carpet over the hills. Colorful wildflowers bloomed along the narrow winding paths. Tall eucalyptus trees stood silently, spreading a pleasant smell. A crystal clear stream flowed gently through the rocks, making a soothing sound. Birds with bright feathers chirped cheerfully in the trees. The sky was bright blue with fluffy white clouds floating lazily. It was a calm, magical place that made me feel relaxed and happy. ഇത്രയുമാണ് എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ആക്ടിവിറ്റീസ്. ഈ വീഡിയോയിൽ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് വ്യക്തമായി മനസ്സിലായിരിക്കും. അവരുടെ എക്സാമുകളിൽ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂ സ്പോട്ട് എഡ്യൂ വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.